വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസല്ല, കള്ളാസ്. ഓപ്പൺ ചാലഞ്ച് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഡ്രഗ് ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്നുണ്ട്. ഇതാ ഞാൻ ഡ്രഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരു മാറ്റമില്ല. പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ പാട്ട്. അപ്പോൾ അരിയണ്ണന് മിക്കവാറും ഒരു കണ്ടന്റ് ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അരിയണ്ണൻ BMW ഷോറൂമിലെല്ലാം പോയി വണ്ടിയൊക്കെ നോക്കി അഡ്വാൻസ് ഒക്കെ കൊടുത്തെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. ഒരുവിധം അഡ്വാൻസ് ഒക്കെ പൈസ കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. കുറച്ച് നാളായില്ലേ ഒന്ന് ദേഹം അനങ്ങിയിട്ട്. നീ പോയിട്ട് വണ്ടി വിട്. ഇടയ്ക്കിടയ്ക്കൊന്ന് അറിഞ്ഞ് ചുവട് വെച്ചില്ലെങ്കിൽ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കവറുണ്ട്, ഒരു എൻവലപ്പ്. ആ എൻവലപ്പിനകത്താണ് ഹാർഡ് കോപ്പി. ഓക്കെ, ആ ലാബിൽ നിന്ന് നിൻ്റെ കയ്യിൽ ലാബുകാർ തന്ന ഹാർഡ് കോപ്പി. എന്നോടൊരു ടെസ്റ്റ് റിസൾട്ട് പുറത്തു കൊടുന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ഹാർഡ് കോപ്പി ആണ് എടുത്ത് കാണിക്കുക. കാരണം ദാറ്റ് ഈസ് ദ പ്രൂഫ്. അല്ലാതെ ഞാൻ കോപ്പി എടുത്ത ഒരു ഹാർഡ് കോപ്പിയിൽ നിന്ന് വീണ്ടും ഞാൻ തന്നെ കോപ്പി എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം എന്താ? തലയ്ക്ക് നൊസ്സാ എനിക്ക്. അതുപോലെ എനിക്ക് എന്നോട് ചോദിക്കാം, എനിക്ക് തലയ്ക്ക് ഭ്രാന്താ. മൂക്കോലിപ്പിച്ച് നടക്കണ കാലം തൊട്ട് കാണുകയാണ്. എന്നിട്ടിപ്പോ 4 രോമം മുളച്ചപ്പോ കളത്തി ഇറങ്ങി ഷോ കാണിക്കണ്. ഇവിടുന്ന് നൂന്നിറങ്ങി പോലെ കേട്ടോ. പൂക്കായ്ക്ക് പൂട കളിക്കാത്ത വാളി. ആ ചെക്ക ആ ഹാർഡ് കോപ്പി കണക്ക് ഇട്ട് തന്ന ആ സാധനം ഉണ്ടല്ലോ ലിയോ ലാബ്സിന്റെ, അത് തുറന്ന് അതിനകത്ത് വാട്ടർമാർക്കുള്ള അതാ ഒറിജിനൽ സാധനം. ഒറിജിനൽ കയ്യിൽ വെച്ചിട്ട് ഇപ്പുറത്ത് മറ്റേ പുഴുങ്ങിയ കോപ്പി കാണിക്കുന്ന മണ്ടനല്ല അതിബുദ്ധിമാനെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇനി ഞാൻ എനിക്കൊരു വോയിസ് തുടങ്ങിപ്പിക്കാം. ഇത് ഇയും കേൾക്കണം, വ്യൂവേഴ്സും കേൾക്കണം. ഓക്കെ, ആ ലാബുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു മെയിൻ വ്യക്തിയെ വിളിച്ച് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ കേട്ടോ. ഹലോ, ഹായ്, എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണേ. ഓക്കെ, ഞാൻ ലിയോ ലാബ്സിന്റെ ഒരു കണ്ണൂർ, നിങ്ങളുടെ അതന്നെയല്ലേ നിങ്ങളുടെ സ്ഥാപനം? ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് ഇത് കണ്ടിട്ട് ഐ ഗോട്ട് ആൻ ഇൻഫർമേഷൻ ലൈക്ക് അത് ഭയങ്കര ക്രെഡിബിൾ ആയ സ്ഥലത്താണ് കിട്ടിയേ. അവൻ ആ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണെന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ണൂർ അന്വേഷിച്ച് നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവനത് ചെയ്യുമ്പോ അല്ല, അത് മറ്റേ നമ്മൾ ഇന്നലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മൾ അപ്രോപ്രിയേറ്റ്ലി ഡെസ്കിൽ വിട്ടിട്ടുണ്ട്. അത് ഒരു ലീഗലി അപ്രൂവ് ചെയ്തോളൂ നിങ്ങൾ. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ അയച്ചിട്ടുണ്ട്. അത് പിന്നെ അവര് അങ്ങനെ അവർ ചെയ്തോളൂ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കൊടുത്തത് അവൻ കൊണ്ടുപോയി തിരുത്തിയിട്ടല്ലേ ഇട്ടെ? എനിക്ക് അതിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യാൻ വേണ്ടി അശക്തനാണ്. മനസ്സിലായി, അതിന് അശക്തനാണ് സംസാരിക്കാൻ. എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ പറയുക, നമുക്കിത് കേസായോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങൾ ഇതിൽ ഒരു കോളും പറയണ്ട. അത് തീർച്ചയായിട്ടും നമ്മൾ തെറ്റായ പ്രവൃത്തി മറ്റേ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. ഓക്കെ, പിന്നെ BMW കഥ, BMW ഞാൻ ഒഴിവാക്കി ക്ഷമിക്കണം. എനിക്കിപ്പോൾ BM ഇല്ല എൻ്റെ കയ്യിൽ. ഉണ്ടായിരുന്ന BM കൊടുത്തിട്ടാണ് ഞാനൊരു മെർസിഡീസ് ബെൻസ് എടുത്തത്. ഇനിയിപ്പോൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടന്റൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു റേഞ്ച് റോവർ എടുക്കാം. അപ്പോൾ നിങ്ങളൊന്നും ജയിലല്ല, നിങ്ങളൊക്കെ പുറത്ത് തന്നെ ഉണ്ട്, നിങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കാറിൽ കയറ്റി റൗണ്ട് അടിപ്പിക്കാമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാനതൊന്നും ചെയ്യില്ല.